നമുക്കൊരു വെറൈറ്റി ചിക്കൻ റൈസ് ഉണ്ടാക്കിയാലോ? ആദ്യം നമുക്ക് ചിക്കൻ എടുത്ത് നല്ല ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് വെക്കണം. ഇനി അതിലേക്ക് നമ്മൾ നോർമലായിട്ട് ഫ്രൈ ചെയ്യാൻ ഉപയോഗിക്കുന്ന പോലെ കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, പിന്നെ കുറച്ച് കുരുമുളക് പൊടി, ലേശം ഉപ്പ്, കുറച്ച് തൈര്, ഇത്രയിട്ട് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് മാറ്റി വയ്ക്കണം. ചിക്കൻ സെറ്റ് ആകുമ്പോഴേക്കും നമുക്കൊരു മസാല ഉണ്ടാക്കാം. ഞാൻ കുറച്ച് വറ്റൽമുളക്, ഒരു 4 വറ്റൽമുളക്, കുറച്ച് മല്ലിപ്പൊടി, മല്ലി, കുറച്ച് കറിവേപ്പില. ചിക്കൻ്റെയും റൈസിൻ്റെയും പാകം അനുസരിച്ച് വേണം ഇതൊക്കെ ഇടാനായിട്ട്. ഞാനിപ്പോൾ കുറച്ച് ഉണ്ടാക്കുന്നുള്ളൂ, അതിനനുസരിച്ചുള്ളതാണ് ഞാൻ ഇടുന്നത്. കുറച്ച് പെരുംജീരകം, ഒരു ഏലക്ക, ഒരു ബേ ലീഫ്. അപ്പം നമുക്കിതെല്ലാം കൂടി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഓക്കെ, ഇത് നന്നായിട്ട് റോസ്റ്റ് ആയിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് വയ്ക്കുക. നന്നായിട്ടൊന്ന് കുതിർന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ. നമുക്കിനി നമ്മുടെ ചിക്കൻ ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അതിനുവേണ്ടി ഞാനിവിടെ കുറച്ച് എണ്ണ ഒഴിക്കുന്നുണ്ട്. അപ്പോൾ എണ്ണ ചൂടായി, നമുക്കിനി സെറ്റായിരിക്കുന്ന ചിക്കൻ പീസസ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ചിക്കൻ എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതവിടെ ലോ ഫ്ലെയിമിലിട്ടൊന്ന് ഫ്രൈ ചെയ്യണം. അപ്പോൾ ചിക്കനൊക്കെ ഫ്രൈ ആവുന്ന സമയം കൊണ്ട് നമുക്കിവിടെ റോസ്റ്റ് ചെയ്ത് വെള്ളത്തിൽ കുതിരാൻ വെച്ചിരുന്ന മസാലക്കൂട്ട് നമുക്കൊന്ന് ഗ്രൈൻഡ് ചെയ്തിട്ട് വരാം. അപ്പോൾ ഈ കൂട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഈ സമയത്ത് വേണമെങ്കിൽ നമുക്ക് പൊടിയല്ലാത്ത കുരുമുളക് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. നമുക്ക് റോസ്റ്റ് ചെയ്യുന്ന സമയത്ത് എൻ്റെ കയ്യിൽ പെപ്പർ പൗഡർ ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ ഇതിൽ ആഡ് ചെയ്യാത്തത്. കുരുമുളകും കൂടെ ആഡ് ചെയ്യുന്നത് കുറച്ചും കൂടി ആ ഒരു ഫ്ലേവർ കൊണ്ടുവരും കേട്ടോ. ഇതിപ്പോൾ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. തിക്ക് പേസ്റ്റായിട്ട് അരയ്ക്കേണ്ടവർക്ക് അങ്ങനെ അരയ്ക്കാം. കുറച്ച് വെള്ളം ആയാലും കുഴപ്പമില്ല, കാരണം നമ്മൾ എന്തായാലും ഇത് യൂസ് ചെയ്യാൻ പോകുന്നത് കുറച്ച് വാട്ടറും കൂടെ ആഡ് ചെയ്തിട്ടാണ് ഇത് യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നന്നായിട്ട് ഒന്ന് അരഞ്ഞ് കിട്ടുന്നതേ ഉള്ളൂ. ഇടയ്ക്ക് ചിക്കൻ ഒന്ന് ഇറക്കി കൊടുക്കുക. കുഞ്ഞു കുഞ്ഞു പീസ് ആയതുകൊണ്ട് വേഗം ഫ്രൈ ആയി കിട്ടും. വലിയ പീസസിൻ്റെ അത്ര സമയം എടുക്കില്ല. ഞാൻ ഈ ഒരു ടൈമിൽ ഒരു പീസ് ബട്ടറും കൂടെ ആഡ് ചെയ്യണേ. ഓപ്ഷണലാണ്, എങ്ങനെ വേണമെങ്കിലും കുക്ക് ചെയ്യാം. നെയ്യാണെങ്കിൽ നെയ്യ് ചേർക്കാം. ഇതിപ്പോൾ എൻ്റെ കയ്യിൽ ബട്ടർ ഉണ്ടായിരുന്നതുകൊണ്ട് ബട്ടർ ഇട്ടു. അപ്പോൾ ഇത് ഏകദേശം ആയിട്ടുണ്ട്. നമുക്കിത് കോരി മാറ്റാം. സെയിം ഓയിൽ തന്നെ കുറച്ച് സവാള ഇടുന്നുണ്ട് കേട്ടോ. സവാള നന്നായിട്ട് ഫ്രൈ ആവട്ടെ. കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് സവാളയ്ക്ക് വേണ്ടി. നന്നായിട്ടൊന്ന് ഫ്രൈ ആവട്ടെ. സവാള ഏകദേശം ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ച മസാല ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് അളന്ന് തന്നെ ഒഴിക്കണം. ഞാൻ ഈ ഒരു ഗ്ലാസ്സിലാണ് റൈസ് എടുക്കുന്നത്. അപ്പം അളന്ന് തന്നെ നമ്മൾ ഒഴിക്കണം. അപ്പോൾ ഒരു ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം എന്നുള്ള രീതിക്കാണ് ഞാൻ ഒഴിക്കുന്നത്. അപ്പോൾ ഇതിലിപ്പോൾ ഹാഫ് ഗ്ലാസ്സോളം ആ മസാല ഉണ്ട്. ഞാൻ കുറച്ചുകൂടെ വെള്ളം ആഡ് ചെയ്തിട്ടാണ് ഒഴിക്കുന്നത്. ഇപ്പോൾ 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു. ഇനി അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് തിളയ്ക്കുമ്പോൾ നമുക്ക് നമ്മുടെ റൈസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് അരി ഇട്ട് കൊടുക്കാം. അരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് തിളച്ചതിന് ശേഷം, ഞാനിപ്പോൾ ഹൈ ഫ്ലെയിമിലാണ് വച്ചേക്കുന്നത്, നന്നായിട്ട് തിളച്ചതിന് ശേഷം നമുക്കിതൊരു മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുക്കാം. ഇനി റൈസ് കുക്കാവുന്ന സമയം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. റൈസെല്ലാം അടിപൊളിയായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. കറക്റ്റായിരുന്നു. നമ്മൾ ഇടയ്ക്ക് തുറന്ന് നോക്കുമ്പോൾ വെള്ളം വറ്റി പോലെ നമുക്ക് ഫീൽ ചെയ്യും. പക്ഷേ ഉടനെ, അതായത് വെള്ളം നമ്മൾ കാണില്ല. പക്ഷേ എന്ന് വെച്ചിട്ട് നമ്മൾ വെള്ളം ആഡ് ചെയ്യരുത്, കാരണം ഇതിൽ ഫുൾ നല്ല മോയ്സ്ചറായിട്ട് ഇരിക്കുമായിരിക്കും. അപ്പോൾ അതെല്ലാം വറ്റുന്ന വരെ റൈസ് കുക്കായിക്കോളും. അതിൻ്റെ ഇടയ്ക്ക് വെള്ളം ചേർക്കരുത്. പിന്നെ ഓരോ റൈസിനും ഓരോ അളവായിരിക്കും. ഇപ്പോൾ ഞാനെടുത്ത ഈ ഒരു
റൈസിന് ഏകദേശം മിക്ക എല്ലാ റൈസിനും എന്താ ഹാഫായിരിക്കും അളവ്, അതായത് ഒരു ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം എന്നുള്ള രീതിയിൽ. അപ്പം അങ്ങനെ തന്നെ ഇടയ്ക്ക് ഞാൻ നോക്കിയപ്പോൾ വെള്ളം ആഡ് ചെയ്യണോ എന്നെനിക്ക് ഒരു ഡൗട്ട് വന്നിരുന്നു. പക്ഷെ അങ്ങനെ ആഡ് ചെയ്യണ്ട. ഇപ്പോൾ കുറച്ച് നേരം കൂടെ ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി, കംപ്ലീറ്റ് ഒന്ന് ഓക്കെ ആയിട്ട് വരും. അപ്പോൾ അടിപൊളിയായിട്ട് റൈസ് കുക്കായി വന്നിട്ടുണ്ട്. പിന്നെ മല്ലിയില ഉള്ളവർക്ക് അത് ആഡ് ചെയ്യാം, കുറച്ചുകൂടെ ഫ്ലേവറും കാര്യങ്ങളൊക്കെ. മല്ലിയില ഇഷ്ടമുള്ളവർക്ക് അത് ആഡ് ചെയ്യാം. എൻ്റെ കയ്യിലിപ്പോൾ മല്ലിയില ഇല്ല. അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, നേരത്തെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ പീസസ് ഇടുക. ഇതിൽ നമുക്ക് വെജിറ്റബിൾസും, നമുക്കിഷ്ടമുള്ള വെജിറ്റബിൾസും ലീഫും എല്ലാം ആഡ് ചെയ്യാം. അപ്പം ഞാൻ ഇത്ര മാത്രമേ ഇടുന്നുള്ളൂ, സിമ്പിളായിട്ടാണ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് ചിക്കൻ പീസസൊക്കെ എല്ലായിടത്തും വരുന്ന രീതിയിൽ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. റൈസ് ഒരുപാടങ്ങ് ഉടയാണ്ട് നോക്കണം. അപ്പോൾ ഇതിൽ കുറച്ചും കൂടി കളർഫുള്ളാക്കാൻ നമുക്ക് മല്ലിയിലയൊക്കെ ഇട്ട് കൊടുക്കാം. ഞാൻ കുറച്ച് കേടും കൂടി കൂട്ടിയിട്ടാണ് കേട്ടോ കഴിക്കുന്നത്. അത് നമുക്ക് കഴിച്ച് നോക്കാം. അടിപൊളിയായിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. സൂപ്പർബാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ എരി കുറച്ച് മതി എന്നുള്ളവർക്ക് എരി കുറച്ച് കുരുമുളകും വറ്റൽമുളകൊക്കെ കുറച്ച് ഉപയോഗിച്ചാൽ മതി. ഇത് അത്യാവശ്യം സ്പൈസിയാണ് കേട്ടോ. അപ്പം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യണം. ഓക്കെ, ബൈ.